നമസ്കാരം നൻപ, ഫ്ലോറൽ ഫിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നതെന്ന് അറിയാമോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അക്വേറിയത്തിൽ പോയായിരുന്നു. അവിടെ കുറച്ച് കിളികളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫിഷസും ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ഓക്കെ, അപ്പം വീഡിയോ കണ്ടോളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ കാണുന്ന കുറച്ച് പ്രാവുകളാണ് കേട്ടോ. അപ്പോൾ നാട് ഈ കാണുന്നത് ഒരു നമ്മുടെ ഫാൻറ്റെയിലാണ്. ഫാൻറ്റെയിലിൻ്റെ ഒരു നല്ലൊരു മെയിൽ പ്രാവാണ്. ഒരു വൈറ്റും ബ്ലാക്കും കൂടെ കടന്ന് കണ്ടു. പിന്നെ താണ്ട് ഇത് മുഖി, ഒരു സമയത്ത് നല്ല സൂപ്പർ ഹിറ്റായിരുന്ന സാധനമാണ്. മുഖിയുടെ ഒരു കുഞ്ഞാണ് കേട്ടോ, അത് കുഞ്ഞു മുഖിയാണ്. നോക്കി എന്ത് ക്യൂട്ടാണെന്ന്. പിന്നെ അടുത്തത് വരുന്നത് കുറച്ച് ക്രോസ് പ്രാവുകളാണ്. എൻ്റെ ഹോമർ പോലെ തോന്നുന്നു, ഹോമർ തന്നെ ആണെന്ന് തോന്നുന്നു. രണ്ട് വലിയ പ്രാവുകൾ, അതായത് ഒരു പെയറും പിന്നെ ഒരു കുഞ്ഞുമുണ്ട്. പിന്നെ അടുത്തതും ഒരു ഫാൻറ്റൈൻ്റെ ഒരു പെയറാണ്, ഒരു നമ്മുടെ ബ്ലാക്കും പിന്നെ ഒരു ആഷ് കളറിലെ സാധനവും. പിന്നെ നെക്സ്റ്റ് കാണുന്നത് കിങ് പീജൻ. അത്യാവശ്യം നല്ല കോഴിയുടെ അത്രയും സൈസുള്ളൊരു പീജനാണ് കിങ് പീജൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പെയർ, ഒരു വൈറ്റ് കിങ് പീജിൻ്റെ പെയറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള പ്രാവുകളാണ് കേട്ടോ കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ വലിപ്പം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഈ കാണുന്നത് ഒരു പെയർ മുതിനയാണ് കേട്ടോ. ഒരു പെയർ മുതിനയും അതിൻ്റെ ഒരു ചിക്കും ഉണ്ട്. കണ്ടേ, നല്ല സൂപ്പർ പ്രാവല്ലേ, നോക്കിയാൽ രണ്ടും നല്ല അഗ്രസീവാണ് കേട്ടോ. കുഞ്ഞഴിക്കുന്നുണ്ടായിരിക്കും. നല്ല സൈസുള്ള പ്രാവ്, അടിപൊളി. പിന്നെ ഇത് കുറച്ച് പറവളാണ് കേട്ടോ. കാണാൻ അത്യാവശ്യം നല്ല ലുക്കുള്ള കുറച്ച് പറവളാണ്. പറവ അല്ലെങ്കിൽ റേസിംഗ് പിജൻ എന്നൊക്കെ പറയും. അതിനകത്ത് തന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് മീലി ബാർ പാറ്റേണുള്ള പറവയാണ് കേട്ടോ. പിന്നെ വൈറ്റ് ഉണ്ട്. എല്ലാം നല്ല കിടിലം പ്രാവാണ് കേട്ടോ ഈ 4 അതിൽ തന്നെ ആ പുറകെ നിൽക്കുന്ന ഒരു വൈറ്റ് പുള്ളിപ്രാവുണ്ടല്ലോ, അത് ഡബിൾ കണ്ണിയാണ് കേട്ടോ. അതിൻ്റെ 2 കണ്ണിനും 2 കളേഴ്സാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ മീലി ബാർ പാറ്റേൺ കണ്ടില്ലേ, അത് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു ലാഹോറിയാണ്. ഒരു സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ, ബ്ലാക്ക് ലാഹോറിയാണ്. നല്ല അടിപൊളി പ്രാവ്, പക്ഷെ നല്ല സൈസും ഉണ്ട്. ബൂട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിച്ചിട്ടാവേ, കണ്ടോ, നല്ല വൃത്തിക്ക് ബൂട്ടുണ്ട്. പിന്നെ മാർക്കിങ്സ് എല്ലാം കറക്റ്റാണ്. പിന്നെ താണ്ട് ഇത് ഒരു പേര് ഇംഗ്ലീഷ് മുതിരയാണ് കേട്ടോ. അതിനകത്ത് ഒരെണ്ണം ഒരു ബ്രൗൺ കളറും ഒരെണ്ണം ഒരു ബ്ലാക്ക് കളറും. നല്ല സൂപ്പർ പ്രാവാണ്. നല്ല അത്യാവശ്യം നല്ല സൈസുണ്ട്, കാണാനും നല്ല അടിപൊളിയാണ്. പിന്നെ താണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കൂടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ചിക്കാണ്. അത് ബാക്ക് നിൽക്കുന്നതാണ് കേട്ടോ ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. അടുത്തത് ഒരു പേര് ചൈനീസ് ഓൾ പിജൻസ് ആണ് കേട്ടോ. അതിനകത്ത് തന്നെ ഒരെണ്ണം ഒരു വൈറ്റ് കളറും ഒരെണ്ണം ഒരു ആൽമണ്ടുമാണ്. അതിനകത്ത് തന്നെ ഈ ആൽമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി കളർ ആൽമണ്ടാണ് കേട്ടോ. അതിൻ്റെ ബോഡിയിലെ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറും പിന്നെ അതിൻ്റെ ദേഹത്തുള്ള സ്പോട്ട്സ് നോക്കിയാൽ അതും കുറച്ച് ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് സ്പോട്ട്സൊക്കെയാണ് കേട്ടോ. അടുത്തത് ഒരു പേര് പറവയാണ് കേട്ടോ. അതിനകത്ത് ഒരെണ്ണം ഒരു മീലി ബാറും ഒരെണ്ണം ഒരു ബ്ലൂ ബാറുമാണ്. ഇത് കറക്റ്റ് പെയറാണ് കേട്ടോ, കറക്റ്റ് പെയർ, ഒരു പേര് പറവ. അടുത്തത് കുറച്ച് നാടൻ പിന്നെ അതുപോലെ തന്നെ ക്രോസ് പ്രാവുകളൊക്കെയാണ്. അതായത് ഒറ്റ കൂടിനകത്ത് കുറേ പ്രാവുകൾ ഇട്ടേക്കാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാം ഉണ്ട്, വൈറ്റ് ബ്രൗൺ ബ്ലാക്ക് എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഈ അക്വേറിയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം പള്ളിക്കീഴിലുള്ള ബ്ലൂ ബെൽ അക്വേറിയമാണ് കേട്ടോ. അപ്പം ഇതിനെയൊക്കെ വേണ്ടവർക്ക് അവിടെയായിട്ട് ബന്ധപ്പെടാം. പിന്നെ ദാണ്ട് ഈ കാണുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഫിഞ്ചസ് ആണ്, വൈറ്റ് സീബ്ര ഫിഞ്ചസ്. നല്ല കുഞ്ഞൻ കിളികളാണ് കേട്ടോ ഫിഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൽസിൻ്റെ ചുണ്ടിന് ഫീമെയിൽസിൻ്റെ ചുണ്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പേര് ഗ്രേ കൊക്കോട്ടൈൽസിൻ്റെയാണ് കേട്ടോ. നല്ല സൂപ്പർ കളിയാണ്. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും കൊക്കോട്ടൈൽ. പിന്നെ നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ട്. അതിൻ്റെ മുകളിലത്തെ തൊപ്പി കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. അതിനകത്ത് തന്നെ ഇത് ലൂട്ടിനോ പീച്ച് എന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ ഈ 3. ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ച് പാടാണ്, നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ നമ്മൾ ഡീൻ എടുത്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അടുത്തതും ഒരു പേര് കൊക്കട്ടയിൽ തന്നെയാണ്. നല്ല ക്യൂട്ട് കൊക്കട്ടയിൽ. അതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ നോക്കി, എൻ്റെ മുഖത്തെ മഞ്ഞ കളർ
അദ്ദേഹത്തെ ആ ആഷ് കളറൊക്കെ നല്ല ക്യൂട്ട് ബേർഡാണ് കേട്ടോ. ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഇത് 2 മുയലൂട്ടന്മാരാണ്. ഇതാ ഫുഡ് ഇടുന്ന പാത്രത്തിനകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ രണ്ടെണ്ണം കൂടെ. ഞാൻ കുറേ വട്ടം തട്ടി നോക്കി, പക്ഷേ അനക്കൊന്നുമില്ല. അതിൽ തന്നെ ഇങ്ങനെ പമ്മിയിരിക്കുവാണ് രണ്ടും കൂടെ. നല്ല ക്യൂട്ട് മുയലൂട്ടന്മാരാണ്. ഇനി നമുക്ക് കുറച്ച് മീനുകളെ കാണാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണാൻ പോകുന്നത് ഓസ്കർ ഫിഷാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ഏറ്റവും ആൾക്ക് ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഓസ്കർ. ഓസ്കറിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഏഞ്ചൽ, അടുത്തത് ഏഞ്ചലാണ്. ഏഞ്ചലിൻ്റെ നമ്മുടെ പേൾ സ്കെയിൽ ഏഞ്ചൽ എന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വൺ അന്നും ഇന്നും എന്നും ഹിറ്റായിരിക്കുന്നൊരു മീൻ, അതായത് പാരറ്റ് ഫിഷ്. ഒരു മനുഷ്യനിർമ്മിത മീനാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാക്കിയെടുക്കുന്നത് വളരെ പാടാണ്, പക്ഷേ നല്ലതായിട്ടാണ് അത് മനുഷ്യരുമായിട്ട്. എൻ്റെ കയ്യിൽ ഇതൊരു 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരു 2013 ഞാൻ വാങ്ങിയത്. ഈ ഇടയ്ക്കാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയത്. അത്യാവശ്യം നല്ല സൈസും ആവും ഈ സാധനം, പക്ഷേ നല്ല അഗ്രഷനുണ്ട്. പിന്നെ ഇത് കണ്ട് അലിഗേറ്റർകാരൻ്റെ ഒരു ചെറിയ കുഞ്ഞു മീൻ. അലിഗേറ്റർകാരൻ്റെ കുഞ്ഞാണ്, പക്ഷേ വില അറിയത്തില്ല. അത് നിങ്ങൾ ഡയറക്റ്റ് ആ എക്കോറായിട്ട് തന്നെ ബന്ധപ്പെടുക. പിന്നെ ഇത് താണ്ടെ ഒരു ഫ്ലവറോൺ, ഒരു നല്ല അത്യാവശ്യം നല്ല ഹെഡ് പോപ്പ് ഉള്ളൊരു നല്ല സൂപ്പർ ഫ്ലവറോണാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഹെഡിൻ്റെ സൈസൊക്കെ നോക്കി നല്ല ബോൾ ഹെഡാണ്. പിന്നെ ഇത് അടുത്തൊരു ഫ്ലവറോൺ, 2ാമത്തെ ഫ്ലവറോണാണ്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ നല്ല കുറച്ച് ഷൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരെണ്ണം, കാരണം അത് മാറി മാറി പോകുന്നു. ഇതും നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവറോൺ തന്നെയാണ്. അതിൻ്റെ ആ ഹമ്പൊക്കെ നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അടുത്തത് നമ്മൾ കുറച്ച് ഗപ്പീസിനാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് കാണുന്നത് എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള ഗപ്പി, പ്ലാറ്റിനം റെഡ് ഡംബോയർ ഗപ്പിയാണ്. അതിൻ്റെ ഒരു നല്ല കളക്ഷനുണ്ട് ഇവിടെ. ഇതിനകത്ത് മെയിൽസും ഉണ്ട് ഫീമെയിൽസും ഉണ്ട്. മെയിൽസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെയിൽസാണ് കേട്ടോ. അതിൻ്റെ ആ പ്ലാറ്റിനം കളറും അതുപോലെ തന്നെ അതിൻ്റെ ഇയേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതിലാണ്. പിന്നെ ഇത് HP യെല്ലോ സോളോ റിബൺ എന്നുള്ള ഗപ്പിയാണ്. അതിൻ്റെ സോളോ ടൈലും പിന്നെ റിബണും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് ചില്ലി മൊസക് ഡംബോയറാണ്. അതിൻ്റെ ഏകദേശം ഒരു 3 മാസം പ്രായമുള്ള ഗപ്പീസാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഗപ്പീസാണ്. അതിൻ്റെ ഡംബോയസും എല്ലാം നല്ലതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ മൊസൈക്ക് പാറ്റേണും എല്ലാം കൊള്ളാം. പിന്നെ നെക്സ്റ്റ് വൺ ആയിട്ടുള്ളത് നമ്മുടെ HP ബ്ലൂ തന്നെയാണ്. എക്കാലത്തെയും ഹിറ്റ്. പണ്ട് കുറേ നാൾ ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോൾ പിന്നെ തിരിച്ചു വന്നേക്കുവാണിത്. ഇത് പ്ലാറ്റിനം വൈറ്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലാറ്റിനം വൈറ്റിൻ്റെ കുറേ പീസുകൾ, അത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. നെക്സ്റ്റ് വൺ ആൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോസറാണ്. ഇത് ആൽബിനോ വെറൈറ്റി ഗപ്പീസാണ്. കുറച്ച് കെയറിങ് കൂടുതൽ ആവശ്യമുണ്ട് ഇതിനെ വളർത്താനായിട്ട്. കാരണം പെട്ടെന്ന് ഉള്ള ക്ലൈമറ്റ് ചേഞ്ചൊക്കെ എൻ്റെ വിഷയമാണ്. പെട്ടെന്ന് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള മീനാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു ചെറിയ ടാങ്കിൽ ഒരു കുഞ്ഞ് അരോണ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷിത് വിജയമോഹനൻ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.